ചുരിദാറിൻ്റെ കട്ടിങ്ങാണ് കാണിക്കാൻ പോകുന്നത്. അത് ഞാൻ പേപ്പറിൽ കാണിക്കാം. പേപ്പറിൽ ഇത് വിഡ്ത്ത് വൈസ്, ഇത് ലെങ്ത് വൈസ്. ആദ്യമേ രണ്ടായിട്ട് വിഡ്ത്ത് വൈസ് ഇങ്ങനെ മടക്കുക. ഇതുപോലെ നമ്മൾ തുണി ഇതുപോലെ രണ്ടായിട്ട് മടക്കണം. എന്നിട്ടത് ലെങ്ത് വൈസിൽ വീണ്ടും ഇങ്ങോട്ട് മടക്കണം. അപ്പം 4 ഇങ്ങനെ വരും. ഇത് ഇവിടെയാണ് നമ്മൾ അടയാളപ്പെടുത്തണം. അപ്പം അതുപോലെ ഞാൻ തുണി മടക്കിയെടുക്കുന്നു. ആദ്യമേ ഷോൾഡർ ഫുൾ ഷോൾഡർ എത്രയാണോ അതിൻ്റെ ഹാഫ് എടുക്കണം. ഞാനിവിടെ എനിക്ക് 8ആണ് വേണ്ടത്. ഞാൻ 8 ഇവിടെ അടയാളപ്പെടുത്തും. അതിൻ്റെ ആം ഹോൾ രണ്ടും അത് തന്നെ 7.5 അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ചെസ്റ്റ് 44ആണ്. 44 ആകുമ്പോൾ അതിൻ്റെ 4 11 വരും. അത് നമ്മൾ ഇവിടുന്ന് എടുക്കണം. 11 അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പും ചേർത്ത് അത് അടയാളപ്പെടുത്തണം. പിന്നെ ലൂസ് 2 ഇഞ്ച്, 2 1.5 ഇഷ്ടമുള്ളത്ര എടുക്കാം. അത് കഴിഞ്ഞ് ആം ഹോളിൻ്റെ പകുതി എടുക്കണം. നമ്മൾ ഇപ്പം 7 ആണല്ലോ. 8 ആകുമ്പോഴത്തേക്ക് അതിൻ്റെ പകുതി 4. അവിടെ നിന്ന് ഇങ്ങനെ അടയാളപ്പെടുത്തി നമ്മൾ ഈ ചെസ്റ്റിൻ്റെ അടയാളപ്പെടുത്തിയിലേക്ക് കൊണ്ടുപോകണം. പിന്നെ ഇവിടെ കഴുത്തകലം ഞാൻ 2.5 അടയാളപ്പെടുത്തി. എൻ്റെ കഴുത്തിൻ്റെ ലെങ്ത് 6. അതൊരു ബോക്സായിട്ട് വരക്കണം. ഇതിൻ്റെ അകത്താണ് നമുക്ക് ഇഷ്ടമുള്ള കഴുത്ത് വരയ്ക്കാം. ബാക്ക് കഴുത്ത് എത്രയാണ്? ബാക്ക് കഴുത്തിൻ്റെത് വിഡ്ത്ത് ഇത് തന്നെ 2.5. എൻ്റെ ലെങ്ത് 4. അത് ഇങ്ങനെ വരച്ചിട്ട് അതൊരു യു പോലെ അടയാളപ്പെടുത്തണം. ഇത് ബാക്ക് നെക്ക്, ഇത് ഫ്രണ്ട് നെക്ക്. പിന്നെ ഇതിൻ്റെ ഹിപ്പ് നമ്മൾ എടുക്കുന്നത് ഹിപ്പ് 21. ഹിപ്പ് 46 11.5 എടുക്കണം. 11.5 എടുത്ത് അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് ലൂസും 1/2 ഇഞ്ച് സ്റ്റിച്ച് ചെയ്യാനും 1 ഇഞ്ച് ലൂസ് അടയാളപ്പെടുത്തണം. ഹിപ്പിൻ്റെ പകുതി എടുത്തിട്ട് ഇത് ഇവിടുന്ന് ആകുമ്പോഴത്തേക്ക് കൈപ്പിടി ആകുമ്പോഴത്തേക്ക് 5 വരും, 5.5 വരും. അത് നമ്മൾ ഇവിടെ എടുത്തതിൽ നിന്ന് 1/2 ഇഞ്ച് കുറച്ച് നമ്മൾ ചെസ്റ്റ് അളവ് എടുത്തില്ലേ, ചെസ്റ്റ് അളവ് നമ്മൾ 44ൻ്റെ 4.1 11 അതിൻ്റെ ലൂസ് കൂട്ടി 11.5. അതിൻ്റെ 1/2 ഇഞ്ച് കുറച്ചിട്ട് ഇവിടെ അടയാളപ്പെടുത്താം. കൈപ്പിടിയും ഹിപ്പും എല്ലാം കൂടെ ജോയിൻ ചെയ്തെടുക്കും.
കൈക്കുഴി ഹിപ്പിൻ്റെ ഇത് എക്സ്ട്രാ നമ്മൾ 5 ഇഞ്ച് ഇട്ടിട്ടുണ്ട്. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഹിപ്പിൻ്റെ അവിടെ ആകുമ്പോൾ 1 ഇഞ്ച് മതി. അങ്ങോട്ട് കൊടുക്കുന്നതിന് 2 ഇഞ്ച് മുകളിലോട്ട് എടുത്തിട്ട് ഷേപ്പ് ചെയ്യാം. ഷേപ്പ് ചെയ്യാം. നമുക്കിത് കട്ട് ചെയ്യാൻ പോവാം. അപ്പോഴത്തേക്ക് ഞാനിത് കഴുത്ത് കട്ട് ചെയ്യുന്നില്ല, അത് ക്യാൻവാസിൽ കട്ട് ചെയ്ത് ലൈനിങ് വെച്ച് തയ്ക്കുന്നതുകൊണ്ട് ക്യാൻവാസിലാണ് കട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് കഴുത്ത് കട്ട് ചെയ്യുന്നില്ല, ബാക്കിയുള്ളതെല്ലാം ഷേപ്പിലൂടെ ഇങ്ങനെ കട്ടിയില്ലെങ്കിൽ ഇത് തൂങ്ങിക്കുക. നമ്മളിങ്ങനെ കട്ട് ചെയ്യണം. ഇവിടെ നമ്മൾ മുറിക്കുക. ബാക്ക് പീസ് മാറ്റി വെച്ചിട്ട് ഫ്രണ്ട് പീസ് എടുത്ത് നമ്മൾ കൈക്കുഴി നമ്മൾ ഇച്ചിരി 1/2 ഇഞ്ച് ഇങ്ങോട്ട് എടുത്തിട്ട് കുഴിച്ച് വെട്ടണം. ഫ്രണ്ട് മാത്രം. കഴുത്ത് ഞാൻ കട്ട് ചെയ്യുന്നില്ല, അത് ക്യാൻവാസിൽ വെട്ടി ലൈനിങ് ചെയ്യുന്നതുകൊണ്ട് അത് വെട്ടുന്നില്ല. ചുരിദാർ
അതിൻ്റെ കട്ടിങ് കഴിഞ്ഞു. സ്റ്റിച്ചിങ് പിന്നെ കാണും.